Hello and welcome back to my YouTube channel. June 5, 2025. അമ്മിയുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അമ്മി ഇന്ന് മുതൽ സ്കൂളിൽ പോയി തുടങ്ങും. അമ്മി സ്കൂളിൽ പോകുന്ന ഓർത്ത് ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡും ഒക്കെയാണ്. പക്ഷെ രാവിലെ എഴുന്നേക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം പേരൻസ് ആയതുകൊണ്ട് എനിക്കും കണ്ണനും ഒരേപോലത്തെ ഫീലിംഗ് ആണ്. ഞങ്ങൾക്ക് അമ്മിയെ പോലെ ഞങ്ങൾ ഹാപ്പിയും എക്സൈറ്റഡും ഒക്കെയാണ്. പക്ഷെ എന്നാലും അറ്റ് ദ സെയിം ടൈം ഒരു വിഷമം, ഒരു പേടി, ഒരു ആങ്സൈറ്റി പോലെ അങ്ങനെ ഒരു മിക്സഡ് ഇമോഷൻസ് ആണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു 3 വർഷം നമ്മളുടെ ചിറക്കിനടിയിൽ വെച്ച് ഇങ്ങനെ വളർത്തുമായിരുന്നല്ലോ. അപ്പം ഇനി ഒരു പുതിയ ലോകത്തേക്ക് നമ്മൾ അവളെ ഇങ്ങനെ കൈപിടിച്ച് വിടുവാണ്. എത്ര നാൾ നമ്മൾ നമ്മുടെ ചിറകിനടിയിൽ വെച്ച് വളർത്തും. അവൾക്കും അവളുടെ ചിറകുകൾ വീശി ഉയരെ പറക്കണമല്ലോ. അമ്മയ്ക്ക് ഈ കറങ്ങുന്ന ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റെഡ് കളർ ഫ്രോക്ക് ഉണ്ട്, അതങ്ങ് പഴകി നരച്ചു. അപ്പോൾ എനിക്കറിയാമായിരുന്നു അമ്മ ഇന്ന് ആ ഡ്രസ്സ് തന്നെയായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നതെന്ന്. പക്ഷെ അത് ഞാൻ നേരത്തെ എടുത്ത് മാറ്റി വെച്ചു. അതാണ് ഈ സങ്കടം. കറങ്ങുന്നുണ്ട് എന്നാലും ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയെന്ന നിലയിൽ ഈ ചുറ്റുമുള്ള ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരു ഭയം എന്നിലുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു വിദ്യാഭ്യാസ കാലമാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ചുറ്റുമുള്ള ലോകത്ത് നടക്കുന്ന നന്മയും തിന്മയൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതിനവരെ ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അമ്മി ഒരു ഡേ കെയറിലോ അല്ലെങ്കിൽ പ്ലേ സ്കൂളിലോ ഒക്കെ ആക്കിയിട്ട് എൻ്റെ ജോബും കരിയറും ഒക്കെ നോക്കിക്കൂടെ എന്നുള്ളത്. പക്ഷേ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി മൈ ചോയ്സ് ടു ബി വിത്ത്. ബിക്കോസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണ് അമ്മയെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ ഓരോ മൈൽ സ്റ്റോണും അടുത്ത് നിന്ന് തന്നെ കാണണമെന്ന്, അവളുടെ ഈ ഒരു ഗ്രോയിങ് പീരീഡ് ഫുൾ എനിക്ക് എൻജോയ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു. അമ്മിക്കുട്ടൻ സ്കൂളിൽ പോകാൻ ഹാപ്പിയാണോ? എക്സൈറ്റഡ് ആണോ? അമ്മയ്ക്കിടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട്. ദുവാനെ പിക്ക് ചെയ്യാം. ബാക്കിലോട്ട് വെക്കുന്നു അമ്മിക്കുട്ടി. ദുവാ സ്കൂളിൽ പോണ്ടേ? എന്താ മിണ്ടാത്ത? ഹാപ്പി അല്ലേ ദുവാ? അല്ലേ? അമ്മിയും ദുവയും ഞങ്ങൾ കുഞ്ഞിലെ ഒരുമിച്ചാണ് കൊണ്ടേ കാത് കുത്തിച്ചത്. അത് കഴിഞ്ഞ് ഇതേ കണ്ണടച്ചത് തുറക്കും മുമ്പേ രണ്ടുപേരും കൂടെ കൈ പിടിച്ച് സ്കൂളിലോട്ട് പോന്നു. അമ്മി ഭയങ്കര ഈസിലി സ്കൂൾ എൻവയറമെന്റുമായിട്ട് അങ്ങ് ബ്ലെൻഡായി. അവിടെ ചെന്നപ്പോൾ ആള് വേറെ ലോകത്തായി. ദുവയും ആദ്യമേ ഒന്ന് ഒരു ഇത് കാണിച്ചെങ്കിലും പിന്നെ ദുവയും ഓക്കെ ആയി. ഒരു ഓപ്പണിംഗ് സെറമണി ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ, ആ ബ്ലൂ സാരി എടുത്ത മാം അശ്വിൻ മാം ആണ് സ്കൂൾ പ്രിൻസിപ്പൽ. പിന്നെ നമ്മൾ ആ ടീച്ചിങ് സ്റ്റാഫിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയൊക്കെ ആ ഒരു ഇതിൽ പരിചയപ്പെടുത്തി. Dear parents, please give an applause to my PKG students. This is the first day of their school. ലൈനപ്പായി ക്ലാസ് റൂമിലോട്ട് കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഡോർ അടഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഇമോഷൻ കണ്ണുനീരായിട്ട് പുറത്തു വന്നത്. ഉച്ചയാകുമ്പോൾ ക്ലാസ് കഴിയും. പിന്നെ ഞാനവിടെ സ്റ്റേ ബാക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇനി ബ്രേക്കിനൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളെ കണ്ടു കഴിയുമ്പോൾ തിരിച്ചു വരണം എന്നൊക്കെ തോന്നിയാലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ നിന്നൊരു 10 minutes ഡ്രൈവേ ഉള്ളൂ സ്കൂളിലോട്ട്. കൊണ്ടാക്കിയിട്ട് വരുന്നത് നമ്മൾ പറയണമല്ലോ. എടാ സ്കൂളിൽ കയറാൻ എന്താ നീ എന്താ സ്കൂളിൽ കയറാൻ? ക്ലാസ് കട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ. സ്കൂളിൽ വിടുന്ന സമയപ്പം നമ്മൾ പോയി പിക്ക് ചെയ്ത്. എന്തായാലും അമ്മി ഓക്കെ ആയിരുന്നു, അമ്മി ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ദുവ കുറച്ച് സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. സ്റ്റേ നാളെ പോവോ സ്കൂളിൽ? ദുവ നാളെ സ്കൂളിൽ പോവാ? ആ ഓക്കെ. വിശേഷങ്ങളൊക്കെ പറ.
മാമിന് ഇഷ്ടായോ? മാമിന് ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ട്സ് ഒക്കെ ആയോ? വേറെ പിള്ളേരെയൊക്കെ പരിചയപ്പെട്ടോ? കൊള്ളാമോ? ഫുഡ് കഴിക്കാൻ ആന്റിമാര് വന്നോ? കഴിപ്പിക്കാൻ തന്നോ? വാരി തന്നോ? തന്നെ കഴിച്ചു. ടോയ്ലറ്റിൽ പോണോന്ന് പറഞ്ഞാ ഇത് പോയാ? തന്നെ പോയോ? നമ്മള് കേക്ക് മുറിക്കാൻ പോയി. ഫ്രണ്ട്സ് അവരൊക്കെ ഒരു കരഞ്ഞോ? അയ്യോ അതുകൊണ്ട് അവൾ കഴിയാൻ പോയപ്പോ അവരൊരു താരം ഉണ്ടായിരുന്നു. എന്നിട്ട് അത് തോറ്റപ്പോ തന്നില്ലേ അവൻ? ആഹാ, അവൻ തന്നില്ലല്ലേ ചോദിച്ചിട്ട്. അവന്റെ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അവന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഉണ്ടായിരുന്നത്? മുട്ടായിയോ? അമ്മയ്ക്ക് തന്നല്ലോ മുട്ടായി. മാം വേറെ മുട്ടായി തന്നില്ലേ? വാഴപ്പൂപ്പ മേടിച്ച പോലത്തെ മുട്ടായിയോ? ഓ സാരയില്ല. വാപ്പി നാളെ സ്കൂളിൽ പോവാൻ റെഡിയായി നിക്കൂലേ? കരയുവാ? കരയോ? കരയരുത്. ഗുഡ് ഗേൾ ആണ് കേട്ടാ. നാളെ കാണാം. എന്റെ കയ്യിലുണ്ട്. ബൈ. നോക്ക് ദൂക്കിട്ട് വീട്ടിൽ പോയിരുന്നു.